ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. നമ്മളിന്ന് പോണത് യൂറോപ്പിലെ ഒരു ക്ഷേത്രത്തേക്കാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുമല്ലോ, യൂറോപ്പിൽ ക്ഷേത്രം ഉണ്ടാവുമോ, അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പോൾ അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ആ ക്ഷേത്രം, ഹരേ കൃഷ്ണ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടത്, ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചകൾ. പാട്ട് പാടാനൊക്കെ ആയിട്ട് ഇൻസ്ട്രുമെൻസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. കൂടുതലും കൃഷ്ണൻ്റെ ഫോട്ടോസാണ് വെച്ചാണ്, കുറേ ഫുള്ളും ഫോട്ടോസാണ് വെച്ചാണ്. പിന്നെ അദ്ദേഹമാണ് ഇവിടെ ഈ അമ്പലം സ്ഥാപിച്ചത്. ഈ ഒരു വിഗ്രഹങ്ങളാണ് അവർ ആരാധിക്കണത്. ഒരു 4-5 വിഗ്രഹങ്ങളുണ്ട്. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഹരേ കൃഷ്ണ ഹരേ രാമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവരെ മന്ത്രങ്ങളൊക്കെ. ഇവർ മന്ത്രങ്ങളൊക്കെ ഒരു പാട്ട് രൂപത്തിലായിട്ട് ആ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അവരതിനനുസരിച്ച് നൃത്തം വയ്ക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ചൊക്കെയാണ് ഇതാക്കണേ. പിന്നെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലായാലും സാരി, മുണ്ട് അങ്ങനത്തെയൊക്കെയാണ് ഇട്ടാണ്. നല്ല രസമുണ്ട് എന്തായാലും. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് പരിപ്പ്, പിന്നെ സാമ്പാർ പൊടി, അച്ചാറുകൾ, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും അവിടെ. ജീരകം, പിന്നെ പെരുംജീരകം, ഉലുവ അങ്ങനെ സാധനങ്ങളൊക്കെ. പിന്നെ അങ്ങനത്തെ കുറച്ച് മരുന്നുകൾ, പിന്നെ അവരെ ബുക്കുകളൊക്കെ ഉണ്ട് ആ ഷോപ്പിൽ. അവരെ മന്ത്രങ്ങളും പിന്നെ അങ്ങനത്തെ ഇതൊക്കെ ആയിട്ടുള്ള ബുക്കുകൾ. പിന്നെ അവിടെയുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരടുകളുണ്ട്, ഈ മാലകൾ, പിന്നെ സഞ്ചികളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഇതൊക്കെ എഴുതിയ ഈ ബനീനുകൾ, പിന്നെ ചരടുകൾ, പിന്നെ എണ്ണകൾ, ബുക്കുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസുകളാണ് പിന്നെ അവിടെ ഉള്ളത്. പിന്നെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊരു മൊത്തം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ സാധനങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ രൂപങ്ങൾ, പിന്നെ ഇരിക്കാനായിട്ട് ചെയറുകൾ അങ്ങനത്തെ. പിന്നെ പ്രാർത്ഥനകളും ആരാധനകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഒരു പ്രസാദം കിട്ടും കേട്ടോ അവിടെ നിന്ന്. ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം. ചോറ്, പരിപ്പ് കറി, പിന്നെ ഒരു ഉപ്പേരി, പായസം, പിന്നെ ഒരു ശർക്കര കൊണ്ടിടയ്ക്ക് ഒരു ഉണ്ട, പിന്നെ ഒരു വറവ്, അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ. പിന്നെ നമുക്കവിടെ കുറേ പഞ്ചാബികളെയും ഒക്കെ കാണാൻ പറ്റും. നോർത്ത് ഇന്ത്യൻസ് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ. ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ടിവോളി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പിൽ നടക്കാനുള്ള വഴിയുള്ള നമുക്ക് ഇങ്ങോട്ട് ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും നമുക്കത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലായാലും പ്രാർത്ഥനകളായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.